ചേർത്തലയിലിന് സമാനമായ സംഭവമാണ് കോഴിക്കോട് അരങ്ങേറിയത്. താങ്കൾ പറയുകയുണ്ടായി, ഈ രണ്ട് പ്രദേശത്തും മാത്രമല്ല ധാരാളം നിരവധി ഇത്തരം സന്ദേശങ്ങൾ, ആശംസ കാർഡുകളൊക്കെ താങ്കളും കാണുകയുണ്ടായി എന്നുള്ളത് പറഞ്ഞു. ഈ കോഴിക്കോട്ടെ ഹോട്ടൽ ഉടമ മാപ്പ് പറഞ്ഞ് തലയൂരുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ അതിനെതിരെയും പ്രതിഷേധം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് അബദ്ധവശാലോ ജാഗ്രത കുറവുകൊണ്ടോ ഉണ്ടായതല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്ര വ്യാപകമായി ഈ ജാഗ്രത കുറവ് ഉണ്ടാകുന്നത്? അപ്പോൾ അന്നേ ദിവസം ഇത്തരത്തിലൊരു ആശംസാ കാർഡ് ചെയ്യാം എന്നുള്ളത് ആരുടെയോ മത നിന്ദ നടത്തണം എന്നുള്ള കുബുദ്ധിയിൽ നിന്ന് ഉണ്ടായതാണ് എന്നാരെങ്കിലും ചിന്തിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കാരണം കേസെടുക്കുമെന്ന് നിലയിലോട്ടെത്തുമ്പോൾ മാപ്പ് പറഞ്ഞ് തലയൂരുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ കൃത്യമായൊരു ആസൂത്രണം ഒന്ന് നടപ്പിലാക്കി നോക്കിയാൽ അതേതറ്റം വരെ പോകും എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണോ? ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ജിഹാദി അജണ്ടയുണ്ടോ? നമ്മൾ കാണുന്നത് പോലെ വലിയ രീതിയിൽ മതസ്പർദ്ധ വളർത്തുക, സമൂഹത്തിൽ കലാപാന്തരീക്ഷം സൃഷ്ടിക്കുക, അതിലൊരു മുതലെടുപ്പ് നടത്തുക എന്നുള്ള ഒരു കൃത്യമായ ഗൂഢോദ്ദേശം വച്ചുകൊണ്ട് തന്നെയാണോ ഇത് പുറത്തിറക്കിയത്? അതിന് ഇടതും വലതും കൂട്ടുനിൽക്കുമെന്നുള്ള രാഷ്ട്രീയ പിന്തുണ കൂടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പും ഉണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഞാൻ ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്, ഇതൊരു പരീക്ഷണമാണ്. ഏതോ രഹസ്യ പരീക്ഷണശാലയില് ഒരുങ്ങിയ ഒരു മരുന്നിന്റെ ടെസ്റ്റ് ഡോസ് ആണ് ഈ നടന്നതെല്ലാം തന്നെ. അതുകൊണ്ടാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള തിരുവനന്തപുരവും മധ്യഭാഗത്തുള്ള ചേർത്തലയിലും അതിന്റെ ഇടയ്ക്കുള്ള എറണാകുളത്തും ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോഴിക്കോടും സമാന സംഭവങ്ങൾ ആവർത്തിച്ചത്. ഇത് ആസൂത്രണം തന്നെയാണ്. നമ്മുടെ ഈ ചർച്ചയുടെ വിഷയം തന്നെ, നമ്മൾ ഇനി ആ വിഷയത്തിനെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമേ ഇല്ല. ഇതൊക്കെ ചെറിയ നിസ്സാരമായ സംഭവങ്ങളാണ്. പക്ഷെ കേരളത്തിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ നിരവധിയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു 6-7 മാസക്കാലത്തെ കേരള രാഷ്ട്രീയം ഒന്ന് പരിശോധിക്കുമ്പോൾ എത്രമാത്രം ഹിന്ദുത്വത്തിനെ അപമാനിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഒരു 8 മാസക്കാലം, കഴിഞ്ഞ ജൂൺ മാസം തൊട്ട് ഇന്നേ തീയതി വരെ കേരളത്തിൽ നടന്നിട്ടുള്ള ഹൈന്ദവ വിരുദ്ധമായ സംഭവങ്ങൾ 1, 2, 3, 4 അക്കമിട്ട് നമുക്ക് പറയാൻ സാധിക്കും. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കാരണം ഈ ചേർത്തലയിലും കോഴിക്കോടും എറണാകുളത്തും നടന്നത് ഏറ്റവും അവസാനത്തേതല്ല, ഇനിയും തുടരുന്ന എപ്പിസോഡുകളുടെ അവസാനം അച്ചടിച്ച ഭാഗങ്ങൾ മാത്രമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ജൂൺ മാസത്തില് ഈ ഭാരതത്തിലെ സനാതന ധർമ്മ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യമാണ് മാതാപിതാ ഗുരു ദൈവം. മാതാവും പിതാവും ഗുരുവും ഒക്കെ ദൈവത്തിന് തുല്യരാണ്. അത്തരത്തിൽ ദൈവത്തിന് തുല്യരായ സ്ഥാനം കൊടുക്കുന്ന ഗുരുക്കന്മാരുടെ പാദപൂജ എന്ന് പറയുന്നൊരു സംഭവം വളരെ നിസ്സാരമായ ഒരു സംഭവമാണ്. ചില ഹൈന്ദവ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെ വിദ്യാലയങ്ങളിൽ നടത്തി. മാതാപിതാക്കൾക്കോ കുട്ടികൾക്കോ യാതൊരു എതിർപ്പുമില്ലാത്ത സംഭവം. പക്ഷേ കേരളത്തിലെ എത്ര ദിവസമായിരുന്നു അന്ത്യചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയത്? കേരളത്തിലെ സ്കൂളുകളിലൊന്നും അങ്ങനെ ഗുരുവിന്റെ പാദപൂജ നടത്താൻ പാടില്ല എന്ന തിട്ടൂരമിറക്കാന് കേരളത്തിലെ മുന്നണി സംവിധാനങ്ങള്, യൂത്ത് കോൺഗ്രസ്സുകാരും SFIക്കാരും കാണിച്ചില്ലേ? അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ആരാധനായിട്ടുള്ള ഗവർണർ അദ്ദേഹത്തിന്റെ രാജ്ഭവനില് ഭാരതാംബയുടെ ഒരു ചിത്രം വെച്ചു, അതിനകത്തൊരു മാലയിട്ടു. അതൊരു മഹാ അപരാധമാണ്. ഈ രാജ്യത്ത് അതൊന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഭാരതാംബയുടെ രൂപമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള വീണ്ടും അവഹേളനം വന്നില്ലേ? കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും എന്താണ് ഉണ്ടായത്? ഈ കേരളത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഒരു വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന ദിവസം റെയിൽവേ കുറെ കുട്ടികളെ ഗസ്റ്റുകളായി വിളിച്ചു. ആ കുട്ടികൾ ട്രെയിനിനകത്തിരുന്നു കൊണ്ട് ഈ പരമപവിത്രമതാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്നൊരു ഗണഗീതം പാടിയപ്പോൾ ഈ ഭാരതാംബയൊന്നും ഇവിടെ പൂജിക്കാനൊക്കത്തില്ല, മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥികളുടെ വിദ്യാലയത്തിലേക്ക് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും DYFIക്കാരും കുഞ്ഞുങ്ങളും മാർച്ച് നടത്തിയില്ലേ? അത് ഹൈന്ദവ അവഹേളനമല്ലേ? അതിനുശേഷം എന്താണ് വന്നത്? ജനുവരി മാസമായി. ഈ 2026 ജനുവരി മാസം 21-ാം തീയതി നറുക്കെടുത്ത നവകേരളം ലോട്ടറിയുടെ ടിക്കറ്റ് നമ്മളൊന്ന് പരിശോധിക്കണം. എന്തായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്? ശിവലിംഗത്തിലേക്ക് ആർത്തവരക്തം ഇറ്റിറ്റു വീഴുന്ന ചിത്രീകരണം നടത്തി കേരളത്തിലെ മതേതര സർക്കാർ എന്ന് പറയുന്ന ഹിന്ദു വിരുദ്ധ സർക്കാരിന്റെ അച്ചടിച്ച ലോട്ടറി ടിക്കറ്റാണ്. കേരളത്തിലെ ഞാനൊരു പോലീസിൽ പരാതി കൊടുത്തതാണ്. നാളിതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അതും ഹിന്ദു വിരുദ്ധതയാണ്. അതേ സമയത്ത് തന്നെ കൊച്ചി ബിനാലെ നടക്കുന്ന കാലഘട്ടമായിരുന്നു ഈ ലോട്ടറി ടിക്കറ്റ് വിവാദം. ആ ബിനാലയില് ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴം എന്ന് പറഞ്ഞൊരു ചിത്രം പ്രസിദ്ധീകരിച്ചപ്പോൾ എന്തൊക്കെയോ അതിനകത്ത് പാകപ്പിഴകൾ ഉണ്ടെന്ന് കേരളത്തിലെ ചില ദിനപത്രങ്ങൾ, മലയാള മനോരമ ഉൾപ്പെടെയുള്ള ദിനപത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ രാത്രി തന്നെ ആ ചിത്രം എടുത്തു മാറ്റിയില്ലേ? അതിന് തൊട്ടു മുമ്പ് ഓപ്പറേഷൻ സിന്ദൂർ, ഭാരതം ചരിത്രത്തിൽ പാകിസ്ഥാന് മേളിൽ നേടിയ ഒരു നിർണായകമായ യുദ്ധ വിജയത്തിന്റെ ആ ഓർമ്മയ്ക്ക് വേണ്ടി
ഒരു അത്തപ്പൂക്കളം ശാസ്താംകോട്ട മുതുവിലാക്കാട് ക്ഷേത്രത്തില് ഈ രാഷ്ട്രത്തിനെ സ്നേഹിക്കുന്ന കുറെ കുട്ടികൾ ഒരു അത്തപ്പൂക്കളം തീർത്തപ്പോൾ അതിനെതിരെ കൊലവിളി നടത്തിയില്ലേ? അതും എന്താണ്, എതിർക്കാൻ സാധിക്കുമോ? ശബരിമലയിലെ കൊള്ള, ശബരിമലയിലെ രാത്രിയുടെ മറവിലെ യുവതികളെ പ്രവേശിപ്പിച്ചത്, ഇതെല്ലാം കേരളത്തിലെ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള 1, 2, 3, 4 എന്ന് പറയുന്ന അക്കമിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ വികസനമല്ല ചർച്ച ചെയ്യുന്നത്, കേരളത്തിലെ യുവത്വം മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതല്ല ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ച ഹിന്ദു വിരുദ്ധമാണ്. ഒരു കൃത്യമായ അജണ്ടയുടെ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ഹൈന്ദവ അവഹേളനം എന്ന് പറയുന്ന ഒരു വിഷയം വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കൂ, ഈ ദീപിക നസ്രാണി ദിനപത്രമായിട്ടുള്ള കത്തോലിക്ക സഭയുടെ ആ ദീപിക പത്രത്തില് ഒരു ലേഖനം വന്നു. എന്തായിരുന്നു ലേഖനം? എഴുത്തച്ഛൻ എന്ന് പറയുന്ന മലയാള ഭാഷയുടെ പിതാവ് ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ള ഒരു ലേഖനം വന്നു. ആ തുഞ്ചത്താചാരൻ എന്ന് പറയുന്ന വ്യക്തി രാമായണം എന്ന് പറയുന്ന ഒരു സാധനം ഒരു ഈ ഓലക്കീറിൽ പോലും എഴുതി വെച്ചിട്ടില്ല എന്ന് കേരളത്തിലെ ഒരു വളർന്നു വരുന്ന ഒരു സാഹിത്യകാരൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഹിന്ദുവിനെ. നമ്മൾ മനസ്സിലാക്കൂ, എത്ര ധിക്കാരപരമായിട്ടാണ്. ഹിന്ദുവിന്റെ മണ്ടയ്ക്ക് കുതിര കയറാന് ഈ രണ്ട് വിഭാഗങ്ങളും പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാള് പുരുടാനാണ് എന്നുണ്ടെങ്കിൽ ഒരാൾ പരാമറാണെന്ന് മാത്രമേ ഉള്ളൂ. പുരുടാൻ കഴിച്ചാൽ അന്നേരം ചത്തുപോകും, പരാമറാണ് ചിലപ്പോ പതുക്കെ ചാവത്തുള്ളൂ. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹിന്ദുക്കളുടെ മുകളില് ഈ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മാത്രമായി മതേതരത്വം എന്ന് പറയുന്ന ഭരണഘടനയിലെ വാക്ക് ചുരുങ്ങിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനകത്തൊരു മാപ്പ് പറച്ചിലുണ്ടായിട്ടുണ്ട്. ഈ മന്തിക്കടയുടെ 2 മുതലാളിമാർ, ചേർത്തലയിലെ മുതലാളിമാർ ഓരോരോ വീഡിയോ ഇറക്കി. എന്താ പറഞ്ഞിരിക്കുന്നത്? ആർക്കെങ്കിലും ചെറിയ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണേ. ഇത് ചെറിയ വിഷമമല്ല സുഹൃത്തെ, ഇത് വലിയ വിഷമമാണ്. സനാതന സംസ്കാരത്തിനേറ്റ് വലിയൊരു മുറിവാണ് ഞങ്ങളുടെ മനസ്സിൽ നിന്നും. ആ മുറിവേറ്റ ആരുടെ മനസ്സിൽ നിന്നും അത് മാഞ്ഞു പോകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വളരെ ആസൂത്രിതമാണിത്. വളരെ കൃത്യമായ തിരക്കഥയുണ്ട്, അജണ്ടയുണ്ട്. അത് അംഗീകരിച്ചു തരാൻ സാധിക്കില്ല. ഇവിടെ സനാതന സംസ്കാരത്തിനെ സംബന്ധിച്ച് ഉയർച്ചയുടെ കാലഘട്ടമാണ്. ഒരു കാര്യം കൂടെ പറയാം. ചേർത്തല പോലീസ് ഇതിനകത്തൊരു കേസ് എടുത്തിട്ടുണ്ട്. അതാണ് കൗതുകം. 1 വർഷത്തിന് മാത്രം ശിക്ഷ കിട്ടാവുന്ന അബദ്ധത്തിൽ പറ്റിയ ഒരു കുഴപ്പമായതുകൊണ്ട് അവരെ ഇന്നലെ രാവിലെ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ AC റൂമിൽ വിളിച്ചെടുത്തി ചായയും പരിപ്പുവടയും മന്തിയും കൊടുത്തതിന് ശേഷം അവരെ ആദരിച്ച് ജാമ്യാപേക്ഷയിൽ ഉത്തരവും ഇട്ട് പറഞ്ഞു വിട്ട ഈ വ്യക്തികള് എന്ന് വെച്ചാല് അടിച്ചവനല്ല, ഈ സംഭവത്തിന് കാരണക്കാരായവരെ തലോടലും അതിനെതിരെ ഒന്ന് പ്രതിഷേധിച്ച് ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പും ചുമത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാല് ഈ കുഴപ്പമുണ്ടാക്കിയവനെ അടിക്കാതെ ഇതിനെതിരെ പ്രതിഷേധിച്ചവനെ അടിക്കത്ത രീതിയിലേക്ക് കേരള പോലീസ് മാറി എന്നുള്ളതും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ ഒക്കുന്ന കാര്യമേ അല്ല. ഇത് ഹിന്ദുവിനോട് കാണിക്കുന്ന ധിക്കാരമാണ്, അവഹേളനയാണ്. കേരളത്തിലെ ഹിന്ദുത്വത്തിനെ അവഗണിക്കാനും അവഹേളിക്കാനും ഈ ജിഹാദികൾ മാത്രമല്ല, ഇടതു മുന്നണി കൂട്ടുപിടിക്കുന്നു, വലതു മുന്നണി കൂട്ടുപിടിക്കുന്നു. ഇവരുടെ കുടക്കീഴിൽ സ്വാതന്ത്ര്യത്തോട് കഴിയുന്ന ഈ ശക്തികളും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, തമിഴ്നാട്ടിൽ നടക്കാൻ പോവുകയാണല്ലോ. ഇവരുടെ ഒറ്റ ചട്ടുകമായിട്ടല്ലേ SDPIയും ലീഗും ഒക്കെ ഒന്നിച്ച് ഐക്യ മുന്നണിയായിട്ട് CPM ഒക്കെ അവിടെ ഭരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈ ശക്തികളെ തുറന്ന് കാട്ടുക തന്നെ വേണം. കേരള സമൂഹം അത്രമാത്രം വെറുത്തു കഴിഞ്ഞു. ഇവരെ ഈ ആൾക്കാർ ഇനി കൈകാര്യം ചെയ്ത് പുറത്തേക്ക് വലിച്ചിടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ഇവിടെ ഹൈന്ദവ സമൂഹം ഉണർന്നെണീറ്റ് കഴിഞ്ഞിരിക്കുക.